അപ്പൊ സുഹൃത്തുക്കളെ, നമുക്ക് ഈ ടാക്കോ കാർഡ് ഇല്ലേ, അഥവാ ഡ്രൈവിംഗ് കാർഡ് നമ്മൾക്ക് ഉപയോഗിക്കുന്ന മെഷീൻ പല തരത്തിൽ വരുന്നുണ്ട്. ഇവിടെ 2-3 ടൈപ്പിൽ നമുക്ക് വരുന്നുണ്ട്. നമ്മൾ ഡഫ് ട്രക്കാണ് ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ അതിലൊരു ടൈപ്പിലും, മാൻ ട്രക്കാണ് ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ അതിൽ വേറൊരു ടൈപ്പിലും, അങ്ങനെ 3 തരത്തിൽ നമുക്ക് ടാക്കോ മെഷീൻസ് നമുക്ക് ഇവിടെ വരുന്നുണ്ട്. അപ്പൊ ഇതിൽ നമുക്ക് 3ലും വ്യത്യസ്തമായിട്ടാണ് അതിന്റെ മെത്തേഡ് കാര്യങ്ങൾ കിടക്കുന്നത്. അപ്പൊ അതിന്റെ ഡീറ്റെയിൽ ഒക്കെ നമ്മൾ പിന്നീട് പറഞ്ഞു തരുന്നതാണ് കേട്ടോ. പിന്നെ ഞാനിത് പറഞ്ഞു തരുന്നത് നമുക്ക് ഒരു കാര്യവും അറിയാണ്ടല്ല ഞാനിത് പറഞ്ഞു തരുന്നത് കേട്ടോ. നമുക്ക് വ്യക്തമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടാണ് ഞാനിത് പറഞ്ഞു തരുന്നത്. കാരണം നമ്മളിത് ഒരുപാടായിട്ട് യൂസ് ചെയ്യുന്നതാണ്. പല വണ്ടികൾ നമ്മൾ ഓടിച്ചിട്ടുണ്ട്, പല മെഷീൻസിലെ മെത്തേഡുകൾ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് പോളണ്ട് ബേസ് ചെയ്തിട്ടുള്ള കമ്പനികളാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചില കമ്പനികളിൽ നമുക്ക് മാസത്തിൽ ഒരു തവണ പോളണ്ടിലേക്ക് എൻ്റർ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ബേസിലേക്ക് പോവാത്ത വണ്ടികൾ എന്ത് ചെയ്യുന്നു വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളതിൽ മാനുവൽ എൻട്രി എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. മാനുവലായിട്ട് നമ്മൾ എൻട്രി ചെയ്ത് കൊടുക്കും റെസ്റ്റ് കാര്യങ്ങൾ ഇതൊക്കെ. അപ്പോൾ അത്തരത്തിലുള്ള ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ നമുക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ 5-6 ഡ്രൈവേഴ്സിനെ നമ്മൾ ട്രെയിൻ ചെയ്ത് പഠിപ്പിച്ചിട്ടുണ്ട്. അതിൽ നമ്മുടെ ഒരു സുഹൃത്ത് ഇപ്പോൾ കാനഡയിൽ ഡ്രൈവ് ചെയ്യുന്നുണ്ട് നല്ല രീതിയിൽ. അപ്പം നമ്മൾ ഈ കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് അറിഞ്ഞിട്ടാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് കേട്ടോ. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടാക്കോയിൽ വരുന്ന സിമ്പിൾസ് അഥവാ സയൻസിനെ കുറിച്ചിട്ടാണ് നമുക്ക് പറയാനുള്ളത്. അതിൽ നമുക്ക് 3 ടൈപ്പ് നമുക്ക് സയൻസ് അഥവാ സിമ്പിൾസ് വരുന്നുണ്ട്. ഡ്രൈവിംഗ് ടൈം അടക്കം നമുക്ക് 4 സിമ്പിൾസ് വരുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ എങ്ങനെ യൂസ് ചെയ്യാന്നുള്ള കറക്റ്റ് ഡീറ്റെയിൽ ആണ് അടുത്ത വീഡിയോയിൽ പറയുന്നത്. അപ്പൊ സുഹൃത്തുക്കളെ, നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് നമ്മുടെ ടാക്കോ കാർഡ് അഥവാ ഡ്രൈവിംഗ് കാർഡിൽ നമുക്ക് എത്ര സയൻസ് അഥവാ സിമ്പിൾസ് വരുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് 3 സയൻസ് ആണ് നമുക്ക് വരുന്നത്. സിമ്പിൾസ് എന്ന് നമുക്ക് പറയാം 3 സിമ്പിൾസ് ആണ് നമുക്ക് വരുന്നത്. ഡ്രൈവിംഗ് ടൈം അടക്കം നമുക്ക് 4 സിമ്പിൾസ് ആണ് അതിൽ കാണിക്കുക. അപ്പൊ അതിൽ ഒരെണ്ണം നമുക്ക് വരുന്നത് റസ്റ്റ്, ഒരു ബെഡിന്റെ ചിഹ്നമായിട്ടുള്ള റസ്റ്റ് ആണ് വരുന്നത്. പിന്നെ നമുക്കൊരു ഹാമറിന്റെ ചിഹ്നമായിട്ട് നമുക്ക് അതർ വർക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ വരും. പിന്നെ നമുക്ക് വരുന്നത് ഡിസ്പോസിഷൻ ആണ്. അത് നമുക്ക് ഡിസ്പോസിഷൻ എന്ന് പറയുന്നത് നമുക്ക് എക്സ്പെക്ടേഷൻ ടൈം എന്ന് നമുക്ക് പറയാം. പിന്നെ നമുക്ക് വരുന്നത് ഡ്രൈവിംഗ് ടൈമാണ്. ഇത്തരം സിമ്പിൾസ് സയൻസ് ഒക്കെയാണ് നമുക്ക് ടാക്കോ കാർഡിൽ വരുന്നത്. 3-4 സിമ്പിൾസ് സയൻസ് വരുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ നമ്മൾ യൂസ് ചെയ്യേണ്ട കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ അറിയുന്ന പോലീസുകാരാണെന്നുണ്ടെങ്കിൽ ചെക്കിങ്ങിൽ നമ്മൾ ഇതൊന്നും നിങ്ങൾ ഇത് കറക്റ്റായിട്ട് ഉപയോഗിക്കുന്നില്ല, നിങ്ങൾ ഉപയോഗിക്കാത്തവരാണ്, എല്ലാ സിമ്പിൾസൊക്കെ ഉപയോഗിക്കാത്തവരാണെന്നുണ്ടെങ്കിൽ ചില പോലീസുകാർ നീ എന്താ അത് യൂസ് ചെയ്യാത്ത എന്നുള്ള ചോദ്യത്തിൽ നിങ്ങൾക്ക് ഫൈൻ തരാം കേട്ടോ. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ കറക്റ്റായിട്ട് അറിഞ്ഞിരിക്കണം. അപ്പോൾ അടുത്തായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ സയൻസ് അഥവാ സിമ്പിൾസ് ഇത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നുള്ള മെത്തേഡാണ് നമ്മൾ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ വാച്ച് ചെയ്യാട്ടോ. പിന്നെ ഇത് കാണാത്തവർ നിങ്ങൾ മുമ്പത്തെ വീഡിയോസിൽ നമ്മൾ ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അതും തുടർച്ചയായിട്ട് കാണുക, ചാനൽ ഫോളോ ചെയ്യുക. ഓക്കെ.